നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്കറിയാം, ഇന്ന് ആധുനിക ലോകത്ത് വലിയ തൊഴിലിന്റെ അനന്ത സാധ്യതകളുള്ള രംഗമാണ് ഫുഡ് ക്രാഫ്റ്റ് മേഖല. ഹോട്ടൽ റിസപ്ഷൻ മുതൽ കുക്കിംഗ് വരെയുള്ള മേഖലയിൽ പഠനത്തിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സെന്ററാണ് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന എനിക്ക് പിന്നിലുള്ള ഈ സെന്റർ. നിരവധിയായിട്ടുള്ള തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ആ മേഖലയിലെ ട്രെയിനിങ് നൽകുന്ന ഈ സ്ഥാപനം വളരെ കുറഞ്ഞ ഫീസിലാണ് ഇവിടെ കോഴ്സുകൾ നടത്തപ്പെടുന്നത്. നിരവധി കോഴ്സുകളിൽ കുട്ടികളില്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഇതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചുള്ള അറിവ് കുറവാണ്. അതുപോലെ തന്നെ ഈ റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വളരെ മിതമായ നിരക്കിലാണ് ഇതിന്റെ ഫീ സ്ട്രക്ചർ. നിശ്ചയമായും ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ തൊഴിൽ സാധ്യതയുടെ വലിയ വാതായനം തുറന്നു കിടപ്പുണ്ട് എന്നുള്ളത് കൊണ്ടും തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തേണ്ടത് ഒരു ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോയുമായി കടന്നു വരുന്നത്. ഈ സ്ഥാപനത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. ആദ്യമായി നമുക്ക് പ്രിൻസിപ്പളുമായി സംസാരിച്ച് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളും കോഴ്സുകളെ സംബന്ധിച്ചും അറിയാം. അപ്പൊ നമുക്ക് പ്രിൻസിപ്പളുമായി സംസാരിക്കാം. ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് കൂടുതൽ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇവിടെ നടത്തപ്പെടുന്ന കോഴ്സുകളെ സംബന്ധിച്ച് പൊതു ഡിസ്ക്രിപ്ഷൻ തരുമോ? നമസ്കാരം. നമ്മൾ കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 13 സെൻറ്ററുകളിൽ ഒന്നാണ് തൊടുപുഴ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ ആദ്യം സ്ഥാപിതമായത് കളമശ്ശേരിയിലാണ്. തുടർന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സെൻറ്ററുകൾ പ്രവർത്തിച്ചു വരുന്നു. ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ടൂറിസം ഹോട്ടൽ മേഖലകളിലുള്ള വളർച്ച, അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികളുടെ കുറവ്, അപ്പം അങ്ങനെയുള്ള ആ മേഖല പരിഹരിക്കുവാൻ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇതുവരെയുള്ള പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലല്ലേ? അതെ. ഇത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കീഴിൽ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു ഗവർണിംഗ് ബോർഡാണ് ഇതിന്റെ ഭരണം നടത്തുന്നത്. എല്ലാ സെന്ററുകൾക്കും നിശ്ചിത കോഴ്സുകളും അതനുസരിച്ചുള്ള ഫണ്ടും ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നു. ഇത് കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനമാണ്. നമ്മൾ ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിൽ 9 മാസം ഇൻസ്റ്റിറ്റ്യൂഷനിലെ പഠനവും 3 മാസത്തെ ഹോട്ടൽ ട്രെയിനിങ്ങുമാണ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ 9 മാസം ഇൻസ്റ്റിറ്റ്യൂഷനിൽ തിയറിയും പ്രാക്ടിക്കൽ ക്ലാസ്സുകളും നൽകുന്നു. തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള 5 സ്റ്റാർ ഹോട്ടലുകളിൽ ട്രെയിനിങ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ആദ്യത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പഠനം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് അതിന്റെ സെക്കൻഡ് എക്സ്പോഷർ എന്നുള്ള രീതിയിൽ 5 സ്റ്റാർ ഹോട്ടലുകളിലെ ട്രെയിനിങ് ഉപകാരപ്പെടുന്നു. അവിടെ മികച്ച പ്രകടനം നടത്തുന്ന നമ്മുടെ കുട്ടികളെ ഭൂരിഭാഗം ഹോട്ടൽസും സ്റ്റാഫായിട്ട് തന്നെ അക്കോമഡേറ്റ് ചെയ്ത് അവരുടെ കരിയർ അവിടെ ആരംഭിക്കുകയാണ്. ഈ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്? നിലവിൽ നമുക്ക് തൊടുപുഴ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം 3 കോഴ്സുകളായിട്ടാണ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടോട്ടൽ സ്ട്രെങ്ത് 130 അതിൽ ഫുഡ് പ്രൊഡക്ഷൻ അഥവാ കുക്കറി എന്ന് പറയുന്ന കോഴ്സിന് 60 സീറ്റുകളാണ്. ഈ കോഴ്സിലേക്കുള്ള ഒരു വർഷത്തെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 23,265 രൂപയാണ്. അത് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ആദ്യം അതിന് ഫസ്റ്റ് പേയ്മെന്റ്, തുടർന്ന് 3 മാസങ്ങൾക്ക് ശേഷം സെക്കൻഡ് പേയ്മെന്റ് നൽകി കുട്ടികളെ പഠനം പൂർത്തിയാക്കിയുള്ള കുട്ടികൾക്ക് ഫീസ് ഇളവുണ്ടോ? ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ ഭൂരിഭാഗം പേർക്കും ഏതെങ്കിലും രീതിയിലുള്ള ഗ്രാന്റ് അല്ലെങ്കിൽ സ്റ്റൈഫൻഡ് ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാണ്. SC ST OEC വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും ഫീസ് ഇളവുണ്ട്. അവർ 400 രൂപ മാത്രമേ അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ടതുള്ളൂ. ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിഹിതവും കുട്ടികൾക്കുള്ള ഗ്രാന്റും സർക്കാർ അതാത് സമയങ്ങളിൽ കുട്ടികൾക്ക് വഴി നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെയുള്ള ഈ സ്ഥാപനത്തിന്റെ പരിപൂർണ വിവരങ്ങൾ കൂടുതൽ ആളുകളിൽ എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ തൊടുപുഴ മേഖലയിലൊക്കെയുള്ള പ്രീ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ SSLC കഴിഞ്ഞ കുട്ടികൾക്ക് വലിയൊരു തൊഴിൽ സാധ്യതയുടെ വാതായനം തുറന്നു നൽകുന്ന ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ഒരു ട്രെയിനിങ് സെന്ററാണിത്. പക്ഷെ അത് ആളുകൾ കൂടുതൽ അറിയുന്നില്ല എന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ, അതിന്റെ സീറ്റ് എല്ലാ വർഷങ്ങളിലും ഫില്ലാണോ? കുറെ വർഷങ്ങളായിട്ട് 10ാം ക്ലാസ് ആയിരുന്നു ഇതിന്റെ അടിസ്ഥാന യോഗ്യത. കഴിഞ്ഞ അക്കാഡമിക് ഇയർ മുതൽ +2 ലെവലിലേക്ക് അടിസ്ഥാന യോഗ്യത +2 ആക്കിയിട്ടുണ്ട്. ഈ നിലവിൽ 90% സീറ്റുകളും നമ്മുടെ സ്ഥാപനത്തിൽ ഓക്കുപ്പൈഡ് ആണ്. എന്നാൽ ഒരു 10% സീറ്റുകൾ വേക്കൻ്റ് ആണ്. ചില വർഷങ്ങളിൽ ചില സീറ്റുകൾ, ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് ഓഫീസ് പോലുള്ള കോഴ്സുകൾക്ക് നല്ല ഒരു റെസ്പോൺസ് ഉണ്ടാവും. ഈ വർഷം അതിന് കുറവായിരുന്നു. പക്ഷേ പൊതുവെ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് നല്ല രീതിയിൽ ആപ്ലിക്കൻസ് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അതനുസരിച്ച് ക്ലാസ്സുകൾ നടന്നു പോകുന്നു. +2 കഴിഞ്ഞ കുട്ടികൾ ഏറ്റവും വളരെ വേഗത്തിൽ ഒരു ജോലിയിലെത്താൻ പറ്റുന്ന ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഴ്സ്
ഹോട്ടൽ മേഖലയിൽ ചുരുക്കമാണ്. പിന്നെ നമ്മുടെ പ്രധാന പ്രത്യേകത മറ്റു സ്ഥാപനങ്ങളെല്ലാം അവരുടെ തന്നെ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. അതിന് കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും വളരെയധികം മൂല്യമുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. പുറത്തൊക്കെ പോകുന്നവർക്ക് പാർട്ട് ടൈം ആയിട്ടൊരു ജോബ് കിട്ടാനും ഈ സർട്ടിഫിക്കറ്റ് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പോൾ പല മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്ന പലരും ഈ കോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മളെ വിളിച്ച് എന്നാണ് അഡ്മിഷൻ തുടങ്ങുന്നത്, അവിടുത്തെ ഒരു ജോലി കുറച്ചും കൂടെ ബെറ്റർ ആയ ഒരു ജോലിയിലേക്ക് മാറുന്നതിന് ഇവിടുത്തെ നമ്മുടെ അഡ്മിഷൻ സമയം മെയ് മാസത്തിലാണ്. സാധാരണ രീതിയിൽ +2 റിസൾട്ട് വന്ന ഉടനെ തന്നെ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വരികയും അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആരംഭിക്കുകയും ചെയ്യും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. നമ്മുടെ കുട്ടികളിലൂടെയാണ് കൂടുതൽ കുട്ടികൾ ഇവിടെ എത്തുന്നത്. കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് ഈ സ്ഥാപനത്തെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഭൂരിഭാഗം കുട്ടികളും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വിദേശ അല്ലെങ്കിൽ ഉല്ലാസ കപ്പലുകൾ അല്ലെങ്കിൽ എയർലൈൻസ് പോലെയുള്ള മേഖലകളിലും ജോലി ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം ഒരു 80,000 മുതൽ 1,00,000 രൂപ വരെ ശമ്പളത്തിൽ ജോലിയിൽ നിലവിലുള്ള അനേകം കുട്ടികൾ ഈ തൊടുപുഴ ഫുഡ് ക്രാഫ്റ്റിൽ നിന്നും മറ്റു ഫുഡ് ക്രാഫ്റ്റുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്നുണ്ട്. തൊടുപുഴ ഫുഡ് ക്രാഫ്റ്റിൽ 3 കോഴ്സുകൾ ഉള്ളെങ്കിലും കളമശ്ശേരി പോലെയുള്ള പ്രധാന സെന്ററുകളിൽ എല്ലാം 6 കോഴ്സുകൾ വരെ ഫുഡ് ക്രാഫ്റ്റിന്റെ തന്നെ കോഴ്സുകൾ നടത്തപ്പെടുന്നുണ്ട്. പഠനത്തില് അതീവ സമർത്ഥനല്ലാത്ത എന്നാൽ ആവറേജ് നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് എക്കണോമി ലെവലിലും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് സ്ട്രക്ചറും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു ജോലിയുടെ ഒരു അനന്ത സാധ്യതയുള്ള മേഖല എന്നുള്ള നിലയിലും കുട്ടികൾ കൂടുതൽ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുകയും ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന് പഠിക്കുകയും ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തിന്റെ പുറത്താണ് നമ്മൾ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ബിസിനസ് മോട്ടീവ് ഇന്റർവ്യൂയോ അല്ലെങ്കിൽ ഒരു പരിചയപ്പെടുത്തലോ അല്ല. ഇത് സ്വാഭാവികമായിട്ടും ഇത് കുട്ടികൾ നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലാണ്. അപ്പൊ നമുക്ക് ഈ സ്ഥാപനത്തിന്റെ മറ്റ് ക്ലാസ് അല്ലെങ്കിൽ മറ്റ് കുക്കറി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാവും. നിങ്ങളെപ്പോലെയുള്ള ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളുകളെ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഇത് മറ്റുള്ളവരിലേക്ക് റീച്ച് ആകുമ്പോഴാണ് സ്ഥാപനവും അതോടൊപ്പം അതിന്റെ പ്രയോജനം കുട്ടികളിലേക്ക് എത്തുകയുള്ളൂ. നമുക്കറിയാം ഒരു അനേകം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ സാധാരണക്കാർക്കുള്ള സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കുള്ളൊരു കോഴ്സ് എന്നുള്ള രീതിയിൽ അനേകം പേർക്ക് ഈ കോഴ്സ് പ്രയോജനപ്പെടുന്നുണ്ട്. ഇനിയും ഇതുപോലെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കുട്ടികൾക്കുള്ള ട്രെയിനിങ് റെസ്റ്റോറന്റ് ആണ്. ഇപ്പം പ്രാക്ടിക്കൽ ആരംഭിക്കുന്നേ ഉള്ളൂ. റെസ്റ്റോറന്റ് മോഡൽ റെസ്റ്റോറന്റ് ആണ്. ഇവിടെ നമ്മൾ കുട്ടികളെ സർവീസ് പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ഗസ്റ്റുകളായിട്ട് കുട്ടികൾ തന്നെ ഗസ്റ്റുകളായിട്ട് ഇരിക്കുന്നു, മറ്റ് കുട്ടികൾ സെർവ് ചെയ്യുന്നു. അപ്പം അത് ഒരു ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് നമ്മൾ ഓരോ ദിവസവും പ്രാക്ടിക്കൽ സമയത്ത് സെറ്റ് ചെയ്യുന്നു. ഇപ്പം പ്രാക്ടിക്കൽ ആരംഭിക്കാത്തതുകൊണ്ടാണ് ഇത് ഒരു ഓപ്പൺ ഏരിയയിൽ ഇരിക്കുന്നത്. ഫുഡ് പ്രൊഡക്ഷൻ ലാബാണ്. ബേസിക് ട്രെയിനിങ് കിച്ചൺ. ഇവിടെ നമ്മൾ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽസ് കൊടുക്കുന്നു. നമ്മുടെ കുട്ടികളെ ബാച്ചുകളായിട്ട് തിരിച്ച് ഒരു ദിവസം എല്ലാ ദിവസവും രാവിലെ സമയങ്ങളിൽ നമ്മളിവിടെ പ്രാക്ടിക്കൽ കൊടുക്കുന്നു. രാവിലെ 9:30 മുതൽ 1 മണി അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനുള്ള എക്യുപ്മെന്റ്സ്, അതിനുള്ള ഫെസിലിറ്റീസ് ഈ ലാബിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഓരോ കുട്ടിയും പ്രിസ്ക്രൈബ് ആയിട്ടുള്ള യൂണിഫോമിൽ ഇവിടെ വന്ന് അന്നത്തെ ദിവസത്തെ മെനു സാധാരണ രീതിയിൽ ഒരു 5 ഐറ്റംസ് നമ്മൾ 5 കോഴ്സ് മെനു നമ്മളിവിടെ പ്രാക്ടീസ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പം കുട്ടികൾക്ക് ക്യാൻറ്റീൻ സൗകര്യം ഉണ്ടോ അവിടെ? ഇവിടെ ക്യാൻറ്റീൻ സൗകര്യം നമ്മൾ ഓരോ കാലഘട്ടം കുക്കിംഗ് ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഫുഡ് തന്നെ അവർ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു ഫെസിലിറ്റിയാണ്. അതിന് പ്രത്യേകിച്ച് ചാർജുകൾ വേറെ ചെയ്യുന്നില്ല. നമ്മൾ ഇതെല്ലാം ഇൻക്ലൂസീവ്, ഫീസ് ഇൻക്ലൂസീവ് ആണ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ചെയ്യുക, നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ബുക്കുകളെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ, ആ ബുക്കുകൾ കൃത്യമായിട്ട് ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ തൊടുപുഴയിലെ സാധാരണ കുട്ടികൾക്ക് തൊഴിൽ സാധ്യത നൽകുന്ന ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ പോലും ഇത് നാട്ടിൻപുറങ്ങളിൽ കുട്ടികളിൽ എത്തിയാൽ അവർക്ക് ഭാവിക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ആണ് എന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ തോന്നിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ഞാൻ എടുത്ത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഇവിടുത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ തന്നെ ഫോൺ നമ്പർ നോട്ട് ചെയ്യും. ആവശ്യക്കാർക്ക് ഇത് വിളിച്ച് അന്വേഷിച്ച് ഈ പ്രയോജനം തൊടുപുഴയിൽ നടക്കുന്ന ഈ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം.